ടാലി പ്രൈമിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതിൻ്റെ ഒരു ക്ലാസ്സാണ് നൽകാൻ പോകുന്നത്. ബിസിനസ് നടക്കുന്ന ഡേ ടു ഡേ ഇടപാടുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം. അതിന് ആദ്യം നമ്മൾ ടാലി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ടാലിയുടെ മെയിൻ മെനു ഇവിടെ കാണിക്കുന്ന ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെനു ആണ്. ഈ മെനുവിൽ ഇവിടെയാണ് എല്ലാ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വൗച്ചേഴ്സ്, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് ഉണ്ട്. വൗച്ചേഴ്സ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യും. എൻ്റർ അടിച്ചാൽ മതി. കീബോർഡിൽ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി ഈ കാണുന്നത് ഒരു വൗച്ചറാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വൗച്ചർ എന്നതിനകത്ത് അറിയാം. ഈ വൗച്ചറിൽ ഇടപാടുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ വൗച്ചേഴ്സ് ഉണ്ട്. കോൺട്ര ഈ സൈഡിൽ കാണിക്കുന്നത് കോൺട്ര, F4 കോൺട്ര, F5 പേയ്മെൻറ്റ്, F6 റെസീപ്റ്റ്, അതുപോലെ ജേണൽ, സെയിൽസ്, പർച്ചേസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പറയുന്നത് 3 വൗച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഒന്ന് കോൺട്ര, 2 പേയ്മെൻറ്റ്, 3 റെസിപ്റ്റ്. ഈ 3 വൗച്ചറുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വൗച്ചറിൽ എന്തൊക്കെ ഇടപാടുകളാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് F4 കോൺട്ര, F4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്ര എന്നുള്ള വൗച്ചർ ഓപ്പൺ ആയി വരും. ഇവിടെ ഇങ്ങനെ കാണിക്കും, പേര് കാണിക്കും കോൺട്ര. ഈ താഴെ ഭാഗത്താണ് നമ്മൾ എൻട്രികൾ, ഇടപാടുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺട്രയിൽ ഏത് തരം ഇടപാടുകളാണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്ര F4 ആണ് കീ. ഒന്ന് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, 2 ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, 3 ക്യാഷ് ട്രാൻസ്ഫേർഡ് ഇൻ ടു പെറ്റി ക്യാഷ്, ക്യാഷ് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് ഇൻ ടു അനദർ ബാങ്ക്. അതായത് ഒന്ന് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിക്കാം, രണ്ടാമത്തെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ പിൻവലിക്കുന്നത്, 3 ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, 4 ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളാണ് കോൺട്രയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കോൺട്ര എന്നുള്ള വൗച്ചർ ഓപ്പൺ ആയി കിടക്കുകയാണ്. F4 ആണ് അതിൻ്റെ കീ. ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് F4 കോൺട്ര. അപ്പോൾ ഞാൻ കോൺട്ര ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം വരുന്നത് 2, ഡെബിറ്റും ക്രെഡിറ്റും ആണ് വരിക. ബൈയും 2 ആണ് വരിക. 2 എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ക്രെഡിറ്റ് ചെയ്യണം? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബൈ ഡെബിറ്റിൽ ബാങ്കിൻ്റെ പേരും ക്രെഡിറ്റിൽ ക്യാഷ് ആയിരിക്കും. ബാങ്കിൻ്റെ പേര് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ 2 എന്നുള്ളിടത്ത് ക്യാഷിന് കൊടുക്കുക. ഇവിടെ ക്രെഡിറ്റ് എമൗണ്ട് ഇവിടെ കൊടുക്കണം. ഇവിടെ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ക്രെഡിറ്റ് എമൗണ്ട് കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന സമയത്തിന് ബൈ വന്നു. ഒന്നുകൂടി എൻ്റർ അടിച്ച ബൈൻ്റെ മുന്നോട്ട് വരും. ഇവിടെ നമ്മൾ ബാങ്കിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഏത് ബാങ്കിലാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പേര് നൽകുക. ഇവിടെ ലെഡ്ജറിൻ്റെ ലിസ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ വലത് ഭാഗത്ത് കാണിക്കുന്നുണ്ട് ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് അക്കൗണ്ട്സ്. ഇവിടെ നമ്മൾ ബാങ്കിൻ്റെ പേരില്ല, ബാങ്കില്ല, ആകെ ഒരു ലെഡ്ജർ മാത്രമേ ഉള്ളൂ, ക്യാഷ് മാത്രമേ ഉള്ളൂ. പുതിയ ലെഡ്ജർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ ലെഡ്ജർ ക്രിയേഷൻ വരും. ഇവിടെ ഞാൻ ബാങ്കിൻ്റെ പേര് കൊടുത്തു, അതിൻ്റെ അണ്ടർ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. എൻ്റർ അടിച്ച് പോയാൽ മതി സേവ് ചെയ്യാൻ. അപ്പോൾ ബൈ എന്നുള്ളിടത്ത് ബാങ്കിൻ്റെ പേരും 2 ക്യാഷുമാണ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബൈ ബാങ്കിൻ്റെ പേര് 2 ക്യാഷ്. ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് 2 സംഖ്യകൾ കൊടുത്തു, സേവ് ചെയ്യണം. ഇത് ഡിനോമിനേഷൻ കൊടുക്കാനുള്ള, നോട്ടിൻ്റെ ക്യാഷിൻ്റെ എണ്ണം കൊടുക്കുക. അപ്പോൾ 500 എത്ര, 200 രൂപ എത്ര എന്നൊക്കെ കൊടുക്കാനുള്ളതാണ്. വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണോ ചോദിക്കും. അപ്പോൾ ഒന്നുകൂടി എൻ്റർ അടിച്ചാൽ ആക്സെപ്റ്റ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ബാങ്കിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ എൻട്രി. ഇതാണ്. 2 ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് വരിക. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ബൈ ക്യാഷും 2 ബാങ്ക് നെയിമാണ് വരിക, ബാങ്കിൻ്റെ പേരാണ് വരിക. ബൈയിൽ ക്യാഷും 2ൽ ബാങ്കിൻ്റെ പേര്. നേരെ ഓപ്പോസിറ്റാണ് വരിക. ഡെപ്പോസിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് വിഡ്രോ വരിക. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? 2 എന്നുള്ളിടത്ത് ബാങ്കിൻ്റെ പേര്, ഏത് ബാങ്കിൽ നിന്നാണോ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് ബാങ്കിൻ്റെ പേര്.
ഞാനിപ്പോൾ ചെയ്യുന്ന എസ് ബി ഐ എന്നാണ്. എസ് ബി ഐയിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള കറണ്ട് ബാലൻസ് ഇവിടെ കാണിക്കും 10,000 ഉണ്ട്. അതിൽ നിന്ന് 2,000 രൂപ വിഡ്രോ ചെയ്യുകയാണ്. 2,000 പിന്നെ എൻ്റർ ചെയ്തിങ്ങനെ പോകുന്നു. ബൈ വന്നു. ബൈൻ്റെ മുമ്പിൽ ക്യാഷ് കൊടുക്കും. ബൈയിൽ ക്യാഷ് കൊടുക്കും. ഇപ്പോൾ എസ് ബി ഐയിൽ 10 ഉണ്ടായിരുന്നു, 10,000 രൂപ ഉണ്ടായിരുന്നു. 2,000 വിഡ്രോ ചെയ്താൽ ഇപ്പോഴുള്ള ബാലൻസ്, കറണ്ട് ബാലൻസ് 8,000 ആയി. അപ്പോൾ ബൈ എന്നുള്ളിടത്ത് ക്യാഷും യു എന്നുള്ളിടത്ത് ബാങ്കിൻ്റെ പേരുമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇതാണ് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണിത്. മൂന്നാമത് പറഞ്ഞത് ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് മാറ്റും. ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് മാറ്റുമ്പോൾ ബൈ പെറ്റി ക്യാഷും ടു ക്യാഷാണ് വരിക. ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് മാറ്റുമ്പോൾ ബൈയിൽ പെറ്റി ക്യാഷും ടൂവിൽ ക്യാഷാണ് വരിക. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ടൂവിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സംഖ്യ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ പെറ്റി ക്യാഷ് എന്ന് കൊടുക്കണം. പെറ്റി ക്യാഷ് എന്ന ലെഡ്ജർ ഇവിടെ ഇല്ല. നമുക്ക് പുതിയത് ഉണ്ടാക്കാൻ ക്രിയേറ്റ്. അത് കീബോർഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആൾട്ടും സിയും പ്രസ് ചെയ്താൽ മതി. പുതിയ ലെഡ്ജർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആൾട്ട് സി പ്രസ് ചെയ്യാം. ഞാൻ ഇവിടെ പെറ്റി ക്യാഷ് എന്ന് കൊടുക്കുകയാണ്. പെറ്റി ക്യാഷ്. അതിൻ്റെ ഗ്രൂപ്പ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് സേവ് ചെയ്തു. അപ്പോൾ ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് മാറ്റുമ്പോഴുള്ള ഇടപാടിൽ എൻട്രി ഇതാണ്. ബൈ പെറ്റി ക്യാഷും ടു ക്യാഷും. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇനി നാലാമത് പറഞ്ഞതിൻ്റെ ഉപയോഗം ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ എസ് ബി ഐയിൽ നിന്ന് ഫെഡറൽ ബാങ്കിലോട്ട് മാറ്റി. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഡെബിറ്റ് ചെയ്യുക, എസ് ബി ഐ ക്രെഡിറ്റ് ചെയ്യുക. ടൂല് എസ് ബി ഐ, അതായത് എസ് ബി ഐയിൽ നിന്നും ഫെഡറൽ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതിൻ്റെ എൻട്രി ഇവിടെ ഫ്രം ബാങ്കും ഇവിടെ ടു ബാങ്കും. ഇത് എവിടെ നിന്ന് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ബൈ എന്നുള്ളിടത്ത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ബാങ്കും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നും, ടു എന്നുള്ളിടത്ത് എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെന്നും കൊടുക്കാം. അപ്പോൾ എസ് ബി ഐയിൽ നിന്ന് ഫെഡറൽ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെ ചെയ്യാനോ? ടു എസ് ബി ഐ, അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സംഖ്യ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിച്ചങ്ങ് പോയിട്ട് ബൈ ഫെഡറൽ ബാങ്ക് കൊടുക്കണം. ഫെഡറൽ ബാങ്ക് ഇല്ല, അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഫെഡറൽ ബാങ്ക് അണ്ടർ ബാങ്ക് അക്കൗണ്ട് സേവ് ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. ഇങ്ങനെ 4 ഇടപാടുകളാണ് നമ്മൾ കോൺട്രയിൽ ചെയ്യുക. ഒന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, 2 ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുക, ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് മാറ്റുക, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് കോൺട്രയിൽ ചെയ്യുള്ളൂ. അടുത്ത വൗച്ചർ F5 പേയ്മെൻറ്റ്. F5 ആണ് കീ. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ പേ ചെയ്യുക. ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ നമ്മൾ കൊടുത്താൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഈ റെക്കോർഡ് ക്യാഷ് ഓർ ചെക്ക് പേയ്മെൻറ്റ്. ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ പേ ചെയ്ത് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം പേയ്മെൻറ്റിൽ. അപ്പോൾ ക്യാഷും ചെക്കൊക്കെ എന്തിനൊക്കെ വേണ്ടിയാണ് കൊടുക്കുക? എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് എക്സ്പെൻസ് പെയ്ഡ്, എക്സ്പെൻസുകൾ പേ ചെയ്യും. സാലറി പെയ്ഡ് ചെയ്യുക, റെൻറ്റ് പെയ്ഡ് ചെയ്യുക, വേജസ്, അഡ്വർടൈസ്മെൻറ്റ്, ട്രാവൽ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ബില്ല്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം പേയ്മെൻറ്റിലാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റുകൾ ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ ചെക്ക് കൊടുത്തോ വാങ്ങിക്കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റിൽ ചെയ്യണം. ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ ചെക്ക് കൊടുത്ത് വാങ്ങിയാൽ പേയ്മെൻറ്റിലാണ് ചെയ്യും. പിന്നെ ചെയ്യുന്നത് ക്യാഷ് ഓർ ചെക്ക് പെയ്ഡ് ടു ക്രെഡിറ്റർ ഓർ സപ്ലയർ. സപ്ലയർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ, അതായത് പ്രോഡക്റ്റ് നമ്മൾ ആദ്യം വാങ്ങി പിന്നീടൊരു ദിവസം അതിൻ്റെ ക്യാഷ് പേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പേയ്മെൻറ്റിലാണ് റെക്കോർഡ് ചെയ്യും. അതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരെ ടാലി ഓപ്പൺ ആക്കി പേയ്മെൻറ്റ് എടുത്തു. പേയ്മെൻറ്റിൻ്റെ കീ F5 ആണ്. F5 അടിച്ച് അവിടെ പേയ്മെൻറ്റ് എന്ന് എഴുതി കാണിക്കും. പേയ്മെൻറ്റ് വന്നു. ഇതിൽ ആദ്യം വന്നിട്ടുള്ള ബൈ ആണ്.
ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ് റെൻറ്റ് കൊടുത്തു. റെൻറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ ബൈ എന്ത് വരും? ബൈ റെൻ്റാണ് വരിക. ബൈ ബൈ റെൻറ്റ് ടു ക്യാഷാണ് കൊടുക്കുമെങ്കിൽ ക്യാഷെന്നും ചെക്കാണെങ്കിൽ കൊടുക്കുന്നെങ്കിൽ ബാങ്കിൻ്റെ പേരുമാണ് കൊടുക്കുക. അപ്പോൾ റെൻറ്റ് ക്യാഷായിട്ട് കൊടുത്താൽ ബൈ റെൻറ്റ് ടു ക്യാഷ്. റെൻറ്റ് ചെക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബൈ റെൻറ്റ് ടു ബാങ്കിൻ്റെ പേര്. ഏത് ബാങ്കിൻ്റെ ചെക്കാണോ കൊടുത്തത് ആ ബാങ്കിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ടാലി ചെയ്ത് കാണിക്കാം. ഇവിടെ റെൻറ്റ് കൊടുക്കണമെങ്കിൽ ബൈ റെൻറ്റ് പറഞ്ഞ ലെഡ്ജർ ഇവിടെ ഉണ്ടോ നോക്കുക. ലെഡ്ജറിൻ്റെ ലിസ്റ്റാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പുതിയത് ഉണ്ടാക്കാനാണ് ക്രിയേറ്റ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സേവ് ചെയ്തു. ഇവിടെ എത്ര രൂപ റെൻറ്റ് കൊടുത്തു എന്നും ടു എന്നുള്ളിടത്ത് ക്യാഷ് ആണ് കൊടുക്കുക. ടു ക്യാഷ്. ഇനി അഥവാ ടു ചെക്കാണെങ്കിൽ ടൂവിൽ എന്ത് ചെയ്യണം? ബാങ്കിൻ്റെ പേര് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ബൈ റെൻറ്റ് എന്നും ടു എന്നുള്ളിടത്ത് ക്യാഷ് ഓർ ബാങ്കുമാണ് കൊടുക്കേണ്ടത്. അതായത് ബൈ എന്നുള്ളിടത്ത് എക്സ്പെൻസിൻ്റെ പേരും ടു എന്നുള്ളിടത്ത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് കൊടുക്കും. എന്നിട്ട് സേവ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ ഫിക്സഡ് അസറ്റ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതും പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ ചെക്ക് കൊടുത്തോ വാങ്ങുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങി. അപ്പോൾ നമ്മളിവിടെ ബൈ എന്നുള്ളത് കമ്പ്യൂട്ടറിന് കൊടുക്കും. ബൈ കമ്പ്യൂട്ടർ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ഇവിടെ അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു. ചെക്കാണെങ്കിൽ ടു ബാങ്കിൻ്റെ പേര് കൊടുക്കുക. സേവ് ചെയ്യും. കമ്പ്യൂട്ടറിനുള്ളത് ബൈ കമ്പ്യൂട്ടർ ടു SBI, ബൈ കമ്പ്യൂട്ടർ ടു ക്യാഷ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എന്ന് സേവ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ അനിലിന് ക്യാഷ് കൊടുത്തു. അനിൽ എന്ന വ്യക്തിക്ക് നമ്മൾ പൈസ കൊടുത്തു. അപ്പോൾ നമ്മൾ ബൈ എന്നുള്ളിടത്ത് അനിലെന്നും ടു എന്നുള്ളിടത്ത് ക്യാഷ് എന്നാണ് കൊടുക്കേണ്ടത്. അതേസമയം ചെക്കാണ് കൊടുക്കുന്നതെങ്കിലോ ബൈ അനിൽ ടു എന്നുള്ളിടത്ത് ബാങ്കിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ പൈസ കൊടുക്കുക അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുന്നത് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് പേയ്മെൻറ്റിലാണ്. പിന്നെ അടുത്തത് റെസിപ്റ്റ്. F6 റെസിപ്റ്റ്. റെസിപ്റ്റിൻ്റെ ഉപയോഗം ടു റെക്കോർഡ് ക്യാഷ് ഓർ ചെക്ക് റിസീവ്ഡ്. ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കീ F6 ആണ്. അപ്പോൾ ഇതിലെന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൻകം റിസീവ്ഡ്. ഇൻകം എന്ന് പറയുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യുക. അതുപോലെ തന്നെ സോൾഡ് ഫിക്സഡ് അസറ്റ് വിത്ത് ക്യാഷ് ഓർ ചെക്ക്. ക്യാഷ് കൊടുത്തോ ചെക്ക് കൊടുത്തോ ഉള്ള നമ്മളെ ഫിക്സഡ് അസറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതും റെസിപ്റ്റിലാണ് ചെയ്യുക. പിന്നെ റെസിപ്റ്റിൽ ചെയ്യുന്നത് കസ്റ്റമറിൽ നിന്ന് ക്യാഷ് കിട്ടുക. ക്യാഷ് ഓർ ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ ഓർ കസ്റ്റമർ. കസ്റ്റമറിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ കിട്ടിക്കഴിഞ്ഞാൽ അത് റെസിപ്റ്റിലാണ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റെസിപ്റ്റ് ചെയ്യേണ്ട. റെസിപ്റ്റിൻ്റെ കീ F6 ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കമ്മീഷൻ കിട്ടി. റെസിപ്റ്റിൻ്റെ കീ F6 ആണ്. F6 ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. F6 ആണ്. റെസിപ്റ്റ് വന്നു. F6 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെസിപ്റ്റ് വന്നു. അതിൽ 2 ആണ് ആദ്യം വരിക. അപ്പോൾ കമ്മീഷൻ റിസീവ് ആണെങ്കിൽ കമ്മീഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ബൈ ക്യാഷും ടു കമ്മീഷൻ റിസീവ്ഡുമാണ്. ബൈ ക്യാഷ് ടു കമ്മീഷൻ റിസീവ്ഡ്, ബൈ ക്യാഷ് ടു കമ്മീഷൻ. ചെക്കാണെങ്കിൽ ഇവിടെ ബാങ്കിൻ്റെ പേരാണ് വരിക. ഓക്കെ. ടാലി ചെയ്ത് കാണിക്കാം. ടു കമ്മീഷൻ റിസീവ്ഡ് ഇല്ല, ക്രിയേറ്റ് ചെയ്യുന്നു. കമ്മീഷൻ റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം സേവ് ചെയ്യുന്നു. ഇവിടെ എത്ര രൂപ കിട്ടിയ എമൗണ്ട് കൊടുക്കുന്നു. ബൈ ക്യാഷ് സേവ് ചെയ്യുന്നു. അപ്പോൾ ബൈ ക്യാഷ് ടു കമ്മീഷൻ റിസീവ്ഡ്. പിന്നെ ഇതിൽ ചെയ്യുന്നത് വേറൊരു ഒന്നെന്ന് വെച്ചാൽ ക്യാപിറ്റൽ കൊണ്ടുവരും. ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രിയും കൂടി ഉണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നാലും അത് റെസിപ്റ്റിലാണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി എന്താ ചോദിച്ചാൽ ബൈ ക്യാഷ് ടു
ക്യാപിറ്റൽ എന്നാണ് വരിക. ക്യാഷ് ആവാം അല്ലെങ്കിൽ ചെക്ക് ആവാം. ടു ക്യാപിറ്റൽ. അപ്പോൾ അതെങ്ങനെ റെക്കോർഡ് ചെയ്യാം? ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇവിടെ ഇല്ല. അപ്പോൾ ക്രിയേറ്റ് നിങ്ങൾ ആൾട്ടും സി പ്രസ് ചെയ്താൽ മതി. കീബോർഡിലാണെങ്കിൽ ആൾട്ടും സിയും പ്രസ് ചെയ്യുക. ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സേവ് ചെയ്യുന്നു. ഇവിടെ എത്ര രൂപ കൊണ്ടുവന്നു ആ സംഖ്യ കൊടുക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് കൊടുക്കേണ്ടത്. ബൈ ക്യാഷ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രിയും നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യുക. പിന്നെ പറഞ്ഞത് സോൾഡ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റുകളിൽ ഫിക്സ്ഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് റെസിപ്റ്റിലാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വിറ്റു, മുമ്പ് വാങ്ങിയൊരു കമ്പ്യൂട്ടർ വിറ്റു, അത് നമ്മൾ 22,000 രൂപയ്ക്ക് വിറ്റു. ബൈ ക്യാഷ് ടു കമ്പ്യൂട്ടർ. അങ്ങനെയാണ് എൻട്രി വരിക. അതുപോലെ കസ്റ്റമറിന് പൈസ കിട്ടുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ അനിൽ എന്ന വ്യക്തിയിൽ നിന്ന് ക്യാഷ് കിട്ടി. അപ്പോൾ നമ്മൾ ബൈ ക്യാഷ് ടു അനിൽ എന്നാണ് കൊടുക്കുക. ബൈ ക്യാഷ് ടു അനിൽ എന്നാണ് കൊടുക്കുന്നത്. ടു അനിൽ. ഇങ്ങനെയാണ് എൻട്രികൾ പാസ് ചെയ്യേണ്ടത്. കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ് 3 വൗച്ചറാണ് പറഞ്ഞത്. കോൺട്രേ ചെയ്യുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുക, ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലോട്ട് മാറ്റുക, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കോൺട്രയിലാണ് ചെയ്യുക. പേയ്മെൻറ്റിൽ ചെയ്യുന്നത് ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ കൊടുക്കുന്നത്, ബിസിനസ്സിൽ നിന്ന് കൊടുക്കുന്നത് പേയ്മെൻറ്റിലാണ് ചെയ്യുക. റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, അതുപോലെ ഫിക്സഡ് അസറ്റുകൾ ക്യാഷ് കൊടുത്തോ ചെക്ക് കൊടുത്തോ വാങ്ങുന്നത്, ക്രെഡിറ്റർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്, ഇതെല്ലാം പേയ്മെൻറ്റിലാണ് ചെയ്യുക. റെസിപ്റ്റ് പിന്നെ പറഞ്ഞത് റെസിപ്റ്റാണ്. F6 റെസിപ്റ്റിൽ നമ്മൾ ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് റെസിപ്റ്റിലാണ് ചെയ്യുക. ഇൻകം റെസീവ്ഡ്, കമ്മീഷൻ റെസീവ്ഡ്, ഇൻട്രസ്റ്റ് റെസീവ്ഡ് എല്ലാം റെസിപ്റ്റിലാണ് ചെയ്യുക. ഫിക്സ്ഡ് അസറ്റുകൾ വിൽറ്റ് കഴിഞ്ഞാൽ അത് റെസിപ്റ്റിലാണ് ചെയ്യുക. കസ്റ്റമറിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് റെസിപ്റ്റിലാണ് ചെയ്യുക. ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിൽ പൈസ ഇറക്കുമല്ലോ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അത് റെക്കോർഡ് ചെയ്യുന്നതും റെസിപ്റ്റിലാണ്. അപ്പം 3 വൗച്ചറുകളാണ് പറഞ്ഞത്. ഈ ചെയ്ത എൻട്രികളെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ പേജപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ ഓപ്പണായി കാണാൻ പറ്റും. പേജപ്പ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുമ്പ് ചെയ്തത് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരും. എല്ലാതെ നമുക്ക് കാണണമെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പുറത്ത് വരിക. എസ്കേപ്പ് ചെയ്ത് പുറത്ത് വന്നിട്ട് ഇവിടെ ഡേ ബുക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡേ ബുക്ക് ഉണ്ട്. ഡേ ബുക്ക് എടുത്തിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ ഇടപാടുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് 3 വൗച്ചേഴ്സാണ് പറഞ്ഞത്: കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ്.